നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യയുടെ ഒരു നിർണായക തീരുമാനം, പ്രവാസികൾ കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ചും ടെല്ലവീവിലേക്കും ഇസ്രായേലിലേക്കൊക്കെ പോകുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ചില അവിടേക്കുള്ള യാത്രക്കാരൊക്കെ പാലിക്കേണ്ട മുന്നറിയിപ്പുകളാണ്. എന്താണെന്ന് വിശദമായി നോക്കാം. ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കിയത് നീട്ടി എയർ ഇന്ത്യ. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാധ്യത ഇതും കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ടെൽ അവീവിലേക്കുള്ള സർവീസ് നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. നേരത്തെ ഓഗസ്റ്റ് 8 വരെ എയർ ഇന്ത്യ സർവീസ് നിർത്തിവെച്ചിരുന്നു. ഇതിപ്പോൾ നീട്ടിയിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ്: മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ വിമാനങ്ങളുടെ ഷെഡ്യൂൾ ചെയ്ത ഓപ്പറേഷൻ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചു എന്നാണ്. അവിടുത്തെ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നുവെന്നും ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം തിരികെ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അധികൃതർ. തങ്ങളുടെ അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നുവെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാനം റദ്ദാക്കലുകളെക്കുറിച്ചും റീഫണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യാത്രക്കാർക്ക് 011-6932-9333 അല്ലെങ്കിൽ 011-69299999 എന്ന നമ്പറിൽ 24 മണിക്കൂറും ബന്ധപ്പെടാമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ഇത്തരത്തിലൊരു തീരുമാനം എയർ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവെക്കുന്നതായി നേരത്തെയും അറിയിച്ചിരുന്നതാണ്. ജൂലൈ 31 ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തർക്കം വർദ്ധിച്ചു. ഇത് മുൻനിർത്തിയായിരുന്നു എയർ ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. മേഖലയിൽ സംഘർഷം രൂക്ഷമായി. ഇതേ തുടർന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക ഭരണകൂടത്തിന്റെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനുമായിരുന്നു ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. രാജ്യത്തിനകത്തു തന്നെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു.